ഓണസദ്യയ്ക്ക് വിഷരഹിത പച്ചക്കറികൾ ഒരുക്കണമെന്ന ആശയവുമായി ഉപയോഗശൂന്യമായി കിടന്ന ഭൂമിയിൽ പൊന്നു വിളയിച്ച് കർഷക. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെള്ളറട സ്വദേശിനി ശ്രീകലയാണ് ഓണത്തെ വരവേൽക്കാൻ പച്ചക്കറികളും പൂക്കളും കൃഷി ചെയ്തത്. വീട്ടുവളപ്പിന് സമീപത്ത് ഉപയോഗശൂന്യമായി കിടന്ന ഒരേക്കറിലധികം ഭൂമിയിലാണ് ശ്രീകല പൊന്നു വിളയിച്ചിരിക്കുന്നത്. ഓണത്തിന് വിഷരഹിത പച്ചക്കറികളും പൂക്കളും ഒരുക്കണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു ഈ വനിതാ കർഷകയെ ഇത്തരത്തിൽ വിജയത്തിലെത്തിച്ചത്. പഞ്ചായത്തിലെ മികച്ച വനിതാ കർഷക എന്ന അംഗീകാരം ഉൾപ്പെടെ ലഭിച്ച ശ്രീകലയുടെ കൃഷിയിടത്തിൽ മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലെ ബന്ദിപ്പൂക്കൾ ഓണത്തെ വരവേൽക്കാൻ തലയെടുത്തു തന്നെ നിൽപ്പുണ്ട്. ിലധികം ബന്ദി തൈകളാണ് ഇത്തവണ പൂക്കൃഷിക്കായി ഇവിടെ ഉപയോഗിച്ചത്. പഞ്ചായത്തിലെ കള്ളിമൂട് വാർഡംഗങ്ങളുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനവും ഇവർക്ക് കൈത്താങ്ങായി. അത്തം തുടങ്ങിയപ്പോൾ തന്നെ പ്രദേശത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പ്രാദേശിക ക്ലബ്ബുകളിലെ അംഗങ്ങളും പൂ വാങ്ങാൻ എത്തുന്നുണ്ട്. വിഷരഹിത പച്ചക്കറികൾ ഓണസദ്യയ്ക്ക് ഒരുക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച് കൃഷി ചെയ്ത വെണ്ട, കത്തിരി, തക്കാളി, വഴുതലൻ, പച്ചമുളക് തുടങ്ങിയവയും സമൃദ്ധിയായി തന്നെ വിളഞ്ഞു നിൽപ്പുണ്ട്. രാസവള പ്രയോഗം ഒന്നും തന്നെ ചെയ്യാതെ വേപ്പും പിണ്ണാക്ക്, ഗോമൂത്രം, ഉണക്കച്ചാണകം, പച്ചക്കറി കമ്പോസ്റ്റ് തുടങ്ങിയവ ഉപയോഗിച്ച് പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത്. പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ ഞാൻ ഓണക്കാലത്തേക്കുള്ള അത്തപ്പൂക്കളത്തിനുള്ള പൂക്കളും കൂടെ കൃഷി ഓഫീസറുടെ സപ്പോർട്ടോടുകൂടെയും നമ്മുടെ കള്ളിമൂട് വാർഡിൻ്റെ മെമ്പറുടെ, അതായത് കൂതാളി ഷാജി അവറുകളുടെയും അവിടുത്തെ ADS അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളുടെ സഹായത്തോടുകൂടെ ബന്ദികൃഷിയും കൂടെ ചെയ്യുവാൻ തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ തന്നെ ജൈവവളങ്ങൾ തന്നെയാണ് ഞാൻ ഈ മണ്ണിൽ ഈ ജമന്തി തൈക്കും ഉപയോഗിച്ചത്. പക്ഷെ നല്ല വിളവ് കിട്ടുകയും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇപ്രകാരം ഈ പച്ചക്കറിക്ക് വരുന്നവർക്ക് പിന്നെ അത്തപ്പൂക്കളത്തിനുള്ള പൂക്കളും കൂടെ ഒരുക്കുവാൻ സഹായിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. ഓണക്കാലത്തിനു ശേഷം കൃഷിഭവന്റെ സഹായത്തോടെ സൂര്യകാന്തി കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഈ വീട്ടമ്മ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.